കേഴ്സ്ക് അധിനിവേശം ഉക്രൈൻ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ടത്തരം, അല്ലെങ്കിൽ അവർ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണെങ്കിൽ അത് ഈ കേഴ്സ്ക് അധിനിവേശമാണ്. ഇതിനെ മണ്ടത്തരം എന്ന് പറഞ്ഞതിൽ ആരും ദേഷ്യപ്പെടരുത്. ശരിയായ പദ്ധതിയില്ലാതെ, ആസൂത്രണമില്ലാതെ അവർ ചെയ്ത ഓരോ പ്രവർത്തികൾ, ഒരു രാജ്യത്തിന് ഇത്രയേറെ വീഴ്ചകൾ സംഭവിക്കുമോ? നിങ്ങൾ എന്തിന് ഇങ്ങനെ ചെയ്തു എന്നുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരുന്ന രീതിയിലുള്ള ഉക്രൈന്റെ അട്ടർ ഫ്ലോപ്പായ കാര്യമായിരുന്നു കേഴ്സ്ക് അധിനിവേശം. ഇതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഉത്തര കൊറിയയ്ക്കപ്പോ എന്താണ് സംഭവിച്ചത്? റഷ്യ എത്രത്തോളം മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്? റഷ്യയുടെ പ്രതിരോധ മന്ത്രിയിൽ നിന്നും അടുത്തിടെ വന്ന അറിയിപ്പുകൾ, ഇവയെല്ലാം ഒരു വലിയ സമ്മർദ്ദമാണ് അവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റ് വളരെ എളുപ്പത്തിൽ ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിച്ചു. നാറ്റോയുമായി യുദ്ധത്തിന് റഷ്യ എപ്പോ വേണമെങ്കിലും യുദ്ധത്തിന് തയ്യാറാണ്. നാറ്റോയുമായി റഷ്യ എപ്പോൾ വേണമെങ്കിലും യുദ്ധത്തിന് തയ്യാറാണ്. നമ്മുടെ സൈനികരെയും പട്ടാളക്കാരെയും കോമ്പാക്ട് റെഡി മോഡിലേക്ക് മാറ്റണം എന്ന് അവരുടെ സെക്യൂരിറ്റി കൗൺസിൽ ഒരു കാര്യം പറഞ്ഞത് മാത്രമല്ല, കാർഖീവിൽ ഒറ്റ രാത്രിയിൽ മാത്രം റഷ്യ 18 സ്ഥലങ്ങളിൽ അവരുടെ പുതിയ ആക്രമണം ആരംഭിച്ചു. ഇവിടെ റഷ്യ മുന്നേറുന്ന വേഗതയും ഈസ്റ്റേൺ ഫ്രണ്ടിൽ റഷ്യ മുന്നേറുന്ന വേഗതയും ഉക്രൈനെതിരെ വളരെയേറെ വർദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ റഷ്യയ്ക്കും നാറ്റോയ്ക്കും ഇടയിലുള്ള യുദ്ധം വളരെ അടുത്തെത്തിയിരിക്കുകയാണോ? ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. കുറാൻകോവ് ഡയറക്ഷനിലുള്ള സെലനോക്കോ, ഇത് കേഴ്സ്കിലുള്ള റഷ്യയുടെ വളരെ പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ് ആണ്. എത്രത്തോളം റഷ്യയ്ക്ക് ഇത് പ്രധാനം എന്ന് ചോദിച്ചാൽ, ഇപ്പോ പോക്രോവോസിനെ കുറിച്ച് നമ്മൾ അധികം സംസാരിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഉക്രൈൻ സിറ്റീസിന്റെ പ്രധാനപ്പെട്ട ഹബിനെ കുറിച്ച് നമുക്കറിയാം. അതിന്റെ ഒരു മിനിയേച്ചർ വേർഷൻ ആണ് ഇതെന്ന് പറയാം. ഇത് ഇപ്പോ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നിട്ടുണ്ട്. ഈ പ്രദേശത്തെ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി റഷ്യ ഏറെ ദിവസമായി അവിടെ യുദ്ധം ചെയ്യുന്നുണ്ട്. ഈ ഒരു പ്രദേശത്തിൽ 40 ദിവസമായി ഈ ഒരു ഡയറക്ഷനിൽ പുഷ് ചെയ്യുന്നതിന് വേണ്ടി മാത്രം റഷ്യ ഉക്രൈൻ ഫോഴ്സസിനിടയിൽ ഒരു വലിയ യുദ്ധം തന്നെ ഉണ്ടായി. ഇപ്പോ അതിൽ റഷ്യയ്ക്ക് ഒരു വിജയം ലഭിച്ചിട്ടുണ്ട്. ഈ മാപ്പ് നിങ്ങൾ നോക്കുക. ഈ ഡയറക്ഷനിൽ ഇപ്പോ റഷ്യ, അതായത് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന ആ ഒരു ഡയറക്ഷനിൽ റഷ്യ ഇപ്പോ വേഗത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഉക്രൈനെ സംബന്ധിച്ച് കേഴ്സ്കിൽ ഇനി എന്ത് ചെയ്യണം എന്നറിയാത്ത, എവിടെയെല്ലാം റഷ്യയുടെ അഡ്വാൻസ്മെന്റ് ഉണ്ട് എന്നുള്ളത് ഊഹിച്ചെടുക്കാൻ പോലും കഴിയാത്ത വളരെ മോശമായ അവസ്ഥയിൽ കുടുങ്ങിയിരിക്കുകയാണ്. ഇതിനിടയിൽ ആളിക്കത്തുന്ന തീയിൽ വീണ്ടും എണ്ണ എടുത്തൊഴിക്കുന്നത് പോലെ റഷ്യൻ ഫോഴ്സസിന്റെ അഡ്വാൻസ്മെന്റ് ഉക്രൈനെ കൊണ്ട് തടയാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഇപ്പോൾ റഷ്യ ചെയ്തിരിക്കുന്ന ഈ സർപ്രൈസ് കൗണ്ടർ ഒഫൻസീവിൽ ഉത്തര കൊറിയയുടെ സൈനികരും ഉള്ളതായി ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇത് ഉക്രൈൻ വാർ ബ്ലോഗേഴ്സ് തന്നെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് രാജ്യങ്ങളും ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. ഒരുപക്ഷെ അതിന് 1-2 ദിവസം എടുക്കാം. എന്നാൽ അവിടെയുള്ള കോമ്പാക്ട് ഫൂട്ടേജസ് റഷ്യയുടെ മിലിറ്ററി സൈഡിൽ നിന്നും ബ്ലോഗേഴ്സിന്റെ ഭാഗത്തു നിന്നും ഉക്രൈൻ ബ്ലോഗേഴ്സിന്റെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുണ്ട്. ചിലയിടങ്ങളിൽ അവർക്ക് കാഷ്വാലിറ്റി സംഭവിച്ചതായും ചില ഫൂട്ടേജസ് ഉണ്ട്. ഒരു പക്ഷേ ഇത് സത്യമാണെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഒരു വലിയ ടേണിംഗ് പോയിന്റ് ആയി ഇത് മാറും. ഉക്രൈന് ഇതൊരു നല്ല വാർത്തയെ ആയിരിക്കില്ല. ഇത് സംബന്ധിക്കുന്ന ഒരു ടെലിവിഷൻ റിപ്പോർട്ടിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞത്, എന്തുകൊണ്ട് എല്ലാവരും റഷ്യയെ മാത്രം കുറ്റപ്പെടുത്തുന്നു? റഷ്യ ഒരു ആക്രമണ നടപടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരു പുതിയ മിസൈൽ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ട് ഞങ്ങളെ മാത്രം ഒരു അഗ്രസറായി കാണിക്കുന്നു? നാറ്റോ സൈനികർ 5 വർഷത്തിന് മുൻപ് വരെയും വെറും 35,000 പേർ മാത്രമേ റഷ്യക്കെതിരെ ഉക്രൈൻ ബോർഡേഴ്സിൽ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ പോളണ്ട്, മറ്റ് രാജ്യങ്ങളുടെ അതിർത്തിയിൽ ഒരു ആക്റ്റീവ് കോമ്പാക്ട് മോഡിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ എണ്ണം എന്നത് വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷത്തിൽ മാത്രം 1,00,000-ലധികമായിട്ടുണ്ട്. ഇതിനെല്ലാം ആരാണ് കാരണം? ഇതിന് എന്ത് തെറ്റാണ് ഞങ്ങളിൽ നിങ്ങൾക്ക് പറയാൻ സാധിക്കുക? ഇത്രത്തോളം നിങ്ങൾ സൈനികരെ അവിടെ കൊണ്ടുവന്ന് നിർത്തി ഞങ്ങളിൽ ഒരു വലിയ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. ഇത്രത്തോളം നാറ്റോ സൈനികർ അധികമാക്കുമ്പോഴാണ് ഞങ്ങൾക്ക് മറ്റു മാർഗമില്ലാതെ ഞങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷയെ വർദ്ധിപ്പിക്കാനായി പുതിയ പുതിയ മിസൈൽസ് ഞങ്ങൾ കണ്ടുപിടിക്കേണ്ട അവസ്ഥയിൽ വരുന്നു. ഞങ്ങൾ കണ്ടുപിടിക്കുന്ന ആയുധങ്ങൾ എല്ലാം ഡിഫൻസീവ് പർപ്പസിന് വേണ്ടി മാത്രമാണുള്ളത്. ഞങ്ങളുടെ പക്കൽ ഈ ആയുധമുണ്ട്. ഞങ്ങളിൽ നിങ്ങൾ കൈവച്ചാൽ ഞങ്ങളുടെ ആയുധപ്പുരയിൽ നിന്നും ഇവയെല്ലാം നിങ്ങളെ നോക്കി വരുമെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള മിസൈൽസ് എല്ലാം ഞങ്ങൾ നിർമ്മിക്കുന്നത്. പക്ഷെ ഞങ്ങളെ മാത്രം ഇവിടെ അഗ്രസറായി കാണിക്കുന്നത് ഏത് രീതിയിൽ ന്യായമാണ് എന്ന ചോദ്യം ചോദിച്ചത് മാത്രമല്ല, റഷ്യയുടെ സൈനിക ശക്തി അത് ദിവസം തോറും വർദ്ധിച്ചു വരികയാണ്. പ്രതിദിനം ശരാശരി 1000 പേരോളം
റഷ്യൻ സൈന്യത്തിൽ സന്നദ്ധ പ്രവർത്തകരായി ചേരുന്നുണ്ട്. ഇത് നിങ്ങളെ കൊണ്ട് സാധ്യമാണോ? റഷ്യക്കാർ റഷ്യയെ സ്നേഹിക്കുന്നില്ല എന്ന് നിങ്ങൾ പ്രചാരണം നടത്തുന്നുണ്ട്. നിങ്ങളുടെ മാധ്യമങ്ങളെല്ലാം പുറത്തുവിടുന്ന വാർത്ത റഷ്യയിലുള്ള ആളുകൾ എല്ലാം പുടിനെതിരെ പ്രവർത്തിക്കുന്നു. പുടിനെ അവിടെ ആരും ആഗ്രഹിക്കുന്നില്ല. അയാൾ ഒരു ഏകാധിപതിയാണ് എന്നുള്ള പല വാർത്തകൾ നിങ്ങൾ പറയുന്നു. സത്യത്തിൽ റഷ്യൻ ജനതകൾ റഷ്യയെ സ്നേഹിക്കുന്നില്ല, അല്ലെങ്കിൽ ആ രാജ്യത്തിന് എതിരെയുള്ളവരാണ് അവരെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ നമ്പേഴ്സിന്റെ യാതൊരു പ്രസക്തിയും ഇല്ലല്ലോ. അപ്പോൾ റഷ്യൻ സിറ്റിസൺസിനെ കുറിച്ചും റഷ്യയെക്കുറിച്ചും ഫേക്ക് ന്യൂസസ് നൽകുന്നത് നിങ്ങൾ അവസാനിപ്പിക്കണം. ഇത് ഒരു ചെറിയ മുന്നറിയിപ്പായി തന്നെ അദ്ദേഹം നൽകി. കൂടാതെ 2024 മാത്രം 169 പ്രധാനപ്പെട്ട സെറ്റിൽമെന്റ്സ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യയുടെ നിയന്ത്രണത്തിലേക്ക് വന്നിട്ടുണ്ട് എന്നും പറഞ്ഞു. യുദ്ധം കൂടുതലായി നടക്കുന്ന സ്ഥലത്ത് ഉക്രൈൻ സൈനികർ 1300 പേരോളം മരിച്ചിട്ടുണ്ടെന്നും പറഞ്ഞു. അപ്പോ റഷ്യൻ പ്രസിഡന്റ് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയപ്പോൾ റഷ്യയുടെ ഡിഫൻസ് മിനിസ്റ്ററായ ബുർസോ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കോൺഗ്രസിൽ ഒരു കാര്യം പറഞ്ഞു. ഇതാണ് ഇപ്പോ ഒരു വലിയ സംസാരമായി മാറിയിരിക്കുന്നത്, ഒരു ട്രെൻഡിംഗ് ആയ ന്യൂസ് ആയിട്ടുണ്ട്. അടുത്തിടെ നാറ്റോ സെക്രട്ടറി പറഞ്ഞത് കോമ്പാക്റ്റിന് നമ്മൾ റെഡിയായിരിക്കണം. റഷ്യ എപ്പോൾ വേണമെങ്കിലും ഈ യുദ്ധത്തെ യൂറോപ്യൻ ഭൂഖണ്ഡത്തിലേക്ക് വ്യാപിക്കാം. അങ്ങനെ വരുമ്പോൾ ഇതെല്ലാം ഡിഫണ്ട് ചെയ്യണം, അല്ലെങ്കിൽ റഷ്യക്ക് വേണ്ടി നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്റിൽ റെഡി ബോർഡായിരിക്കണം. അടുത്ത സെക്കൻഡ് റഷ്യയുമായി യുദ്ധം ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്ര വാർഷിപ്പ് നമ്മുടെ പക്കൽ തയ്യാറായിരിക്കണം, എത്ര വിമാനങ്ങളെ നമുക്ക് ഉടൻ പറപ്പിക്കാൻ കഴിയും, ഇവയെല്ലാം നമ്മൾ അറ്റ്ലീസ്റ്റ് 80% എങ്കിലും റെഡി ടു കണ്ടീഷനിലായിരിക്കണം. കാരണം എപ്പോഴും ഒരു സൈന്യത്തിന്റെ എല്ലാ കാര്യങ്ങളും റെഡി ആയിരിക്കില്ല. അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ സൈന്യം അവിടെ ഇല്ലാത്ത കാരണങ്ങൾ, ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ടാകാം. അപ്പോ നമ്മുടെ കോമ്പാക്ട് റെഡി മോഡ് അറ്റ്ലീസ്റ്റ് 80% എങ്കിലും അവിടെ ഉണ്ടായിരിക്കണം. റഷ്യ എപ്പോ വേണമെങ്കിലും യുദ്ധത്തെ വർദ്ധിപ്പിക്കും എന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരുന്നു. അതിന് ഒരു മറുപടി നൽകുന്ന രീതിയിൽ ഇദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്തിനാണ് കോമ്പാക്റ്റിന് റെഡിയാകുന്നത്? ഞങ്ങൾ തന്നെ പറയാം, റഷ്യയുടെ സൈനികർ എപ്പോ വേണമെങ്കിലും നാറ്റോ യുദ്ധത്തിന് തയ്യാറാണ്. നിങ്ങളെക്കാൾ അധികമായി ഞങ്ങളുടെ സൈന്യം തയ്യാറാണ്. നിങ്ങൾ ഉക്രൈന്റെ വിഷയത്തിൽ തന്നെ പാഠം പഠിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു, പക്ഷെ നിങ്ങൾ ഇപ്പോഴും പഠിച്ചിട്ടില്ല. നിങ്ങൾക്ക് പാഠം നൽകുന്നതുവരെയും ഉക്രൈൻ യുദ്ധത്തിൽ ഞങ്ങൾ ഒരിക്കലും പിന്മാറില്ല. നിങ്ങളുടെ സംസാരം കേട്ടതുകൊണ്ടാണ് 40,000 സൈനികർ റഷ്യയ്ക്ക് എതിരെ കേർസ്കിൽ ഒരു ഒഫൻസീവ് ആരംഭിക്കുകയും 40,000 ഉക്രൈൻ സൈനികർ ഇപ്പോൾ കേർസ്കിൽ മരിച്ചു വീണത്. ഇവയ്ക്കെല്ലാം നിങ്ങൾ മാത്രമാണ് കാരണം. നിങ്ങളുടെ ഈ ഒരു സംസാരം കേട്ടാണ് ഉക്രൈൻ ഇത്രത്തോളം ബാധിക്കപ്പെട്ടത്. മാത്രമല്ല, ഇതുവരെയും റഷ്യയുടെ എയർ ഡിഫൻസ് സിസ്റ്റം കഴിഞ്ഞ ജൂലൈ മാസം മുതൽ ഈ 2024 വരെയുള്ള കണക്കെടുത്താൽ 86 സ്റ്റോം ഷാഡോസ് സ്കാൽപ് മിസൈൽസ് ഉക്രൈനുള്ളിൽ റഷ്യൻ ഒക്കുപ്പൈഡ് പ്രദേശങ്ങളിൽ വെച്ച് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അടുത്തിടെ നിങ്ങൾ റഷ്യയുടെ വ്യോമതാവളത്തിൽ നടത്തിയ എയർ സ്ട്രൈക്ക് ഉൾപ്പെടെ, കൂടാതെ 215 ATACMS, 1659 ഹൈമാസ്, കൂടാതെ 27,000-ലധികം ഡ്രോണുകൾ. 2024 മൊത്തം കണക്കാണ് ഡ്രോണിന് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഈ 6 മാസത്തെ ടൈം ഫ്രെയിമിൽ ഇത്രത്തോളം നാറ്റോ എക്യുപ്മെന്റ്സ് ഞങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇപ്പോ പറഞ്ഞവയെല്ലാം ഏരിയൽ ടാർഗറ്റ്സിന്റെ ലിസ്റ്റ് മാത്രമാണ്. ഇതിനപ്പുറം ഗ്രൗണ്ടിൽ നിങ്ങളുടെ ടാങ്കുകൾ ഞങ്ങൾ നശിപ്പിച്ചു. ഇത് ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. അപ്പോ റഷ്യയോട് ഒരു യുദ്ധം ചെയ്യണം, അല്ലെങ്കിൽ റഷ്യയ്ക്ക് എതിരെ നിങ്ങളുടെ സൈനികരെ കോമ്പാക്ട് മോഡിൽ റെഡിയാക്കണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് റഷ്യക്കെതിരെയുള്ള നിങ്ങളുടെ ബലഹീനതയാണ് കാണിക്കുന്നതെന്നും സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞു. മറുവശത്ത് നോക്കിയാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ നിന്ന് റഷ്യയ്ക്കുള്ള പിന്തുണ ഇപ്പോൾ വർദ്ധിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ചില പ്രധാനപ്പെട്ട രാജ്യങ്ങൾ അവരുടെ നേതാക്കൾ റഷ്യയിലേക്ക് വന്നിട്ടുണ്ട്. അവരുടെ പ്രസ്താവനയിൽ അവർ പറഞ്ഞത്, റഷ്യക്കാരും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഒരിക്കലും ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള 1.4 ബില്യൺ പീപ്പിൾസും നിങ്ങൾക്ക് സഹായമായിരിക്കും. റഷ്യയെ ഒരിക്കലും ഒറ്റയ്ക്ക് വിടില്ല. ഞങ്ങൾ അങ്ങനെ ഒരിക്കലും വിടാൻ അനുവദിക്കില്ല എന്ന് അവരുടെ പിന്തുണ അറിയിച്ചു. അപ്പോ ഇവരുടെ പ്രസ്താവനയും ഇന്നലെ മുതൽ നടക്കുന്ന സംഭവങ്ങളുമായി ഇങ്ങനെ ബന്ധിപ്പിക്കുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോവുകയാണ് റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ. എന്നാൽ എന്ത് സംഭവിക്കാൻ പോകുന്നു എന്നറിയില്ല. പ്രത്യേകിച്ച് ഈ കേർസ്ക് യുദ്ധത്തിൽ അല്ലെങ്കിൽ പോക്രോവേഴ്സ് ബാറ്റിലിൽ എന്തോ ഒരു വലിയ കാര്യം സംഭവിക്കാൻ പോകുന്നുണ്ട്. അത് ഒരു വലിയ പ്രശ്നമായി മാറാതിരിക്കുകയാണെങ്കിൽ സന്തോഷം. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.